ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ വന്ദനങ്ങൾ. ഇസ്ലാം ക്രൈസ്തവ സംവാദ വിശകലനം എന്ന ഈ വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നതിനുള്ള സാഹചര്യം വിശദീകരിക്കാം. കഴിഞ്ഞ ദിവസം ഇസ്ലാമ്യ പക്ഷത്തു നിന്ന് സാമൂഹ്യ മാധ്യമ രംഗത്തും മറിച്ച് ഒപ്പം മതപ്രചരണ രംഗത്തും പ്രവർത്തിക്കുന്ന മിസ്റ്റർ MC അബ്ദുൽ നാസർ എന്ന പ്രിയ സുഹൃത്തും ഞാനും ബൈബിളിലെ യേശുക്രിസ്തുവും ഖുറാനിലെ ഈസാ നബിയും ഒരാളാണോ എന്നതിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ച നടക്കുകയുണ്ടായി. ഏതാണ്ട് 2 മണിക്കൂറും 50 മിനിറ്റും നീണ്ടു നിൽക്കുന്ന ആ ചർച്ചയുടെ വീഡിയോ ഇതിനകം നിങ്ങളുടെ പക്കൽ എത്തിയിട്ടുണ്ട്. 10,000-കണക്കിനായ ആളുകൾ അത് കാണുകയും ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഏറ്റവും നല്ല നിലയിൽ ഇതിനെ ഉൾക്കൊണ്ട ഇസ്ലാമ്യ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഞാൻ എൻ്റെ അഭിവാദനങ്ങൾ മുന്നമേ അർപ്പിക്കുന്നു. മലയാളക്കരയിൽ ഇതിനു മുമ്പ് ഇത്തരം ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഡിബേറ്റുകളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചില വർഷങ്ങളായി മിസ്റ്റർ MM അക്ബറും സുഹൃത്തുക്കളും നടത്തിവരുന്ന നിച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടന കേരളത്തിൻ്റെ പല ഇടങ്ങളിൽ ബൈബിളിനും ബൈബിൾ ചിന്താഗതികൾക്കും മീതെ എന്തോ അത്യത്ഭുതകരമായ ചിലത് തങ്ങളുടെ പക്കലുണ്ട് എന്ന മേനി നടിച്ചുകൊണ്ട് ഏകപക്ഷീയമായി നടത്തിപ്പോന്ന ചില സംവാദങ്ങളായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. ഹിന്ദുമതത്തിലും ബൈബിളിലും ഇസ്ലാമിലും ഒക്കെ ഒരുപോലെ പാണ്ഡിത്യമുണ്ട് എന്ന് അണികളാൽ പ്രചരിപ്പിച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു സിദ്ധാന്തം തൻ്റെ പക്കലുണ്ട് എന്ന് ഇസ്ലാമിനെക്കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും പ്രവർത്തിച്ച മിസ്റ്റർ അക്ബർക്കും കൂട്ടർക്കും മിസ്റ്റർ ജോൺസൺ C. ഫിലിപ്പിനെ പോലെയുള്ള ആളുകളും സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കും ഒക്കെ ഉയർത്തിയ ശക്തമായ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത് അവരുടെ പ്രവർത്തന രീതി മാറ്റുകയുണ്ടായി. ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ 2 മേഖലയിലെയും സംവാദകരെ ഒരുമിച്ച് വിളിച്ചിരുത്തിക്കൊണ്ട് ഇരു കൂട്ടർക്കും സ്വീകാര്യരായ മോഡറേറ്റേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് ആശയ ആവിഷ്കരണത്തിലും മറുപടിയിലും ചോദ്യോത്തരങ്ങളിലും സന്തുലിതമായ ഒരു സ്ഥിതി പാലിച്ചുകൊണ്ട് സംവാദം നടത്തുക എന്ന രീതി വിട്ടിട്ട് പൊതുയോഗങ്ങളിലൂടെ അവർ ബൈബിളിനെക്കുറിച്ചും ഒക്കെയുള്ള പതിവ് വസ്തുതകൾ ആവർത്തിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ ക്രൈസ്തവ പക്ഷത്തു നിന്ന് 100 അല്ല 1000-കണക്കിനായ ചെറുപ്പക്കാർ അങ്ങ് വടക്കേ മലബാർ മുതൽ തെക്ക് തിരുവനന്തപുരം വരെ സുശക്തമായ നിലയിൽ തന്നെ അവരുടെ സകല വാദങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ട് അക്ബറുടെ ചിന്താഗതികളെ കടപുഴകിയെറിഞ്ഞുകൊണ്ട് ബൈബിൾ സത്യങ്ങൾ ഉറപ്പിച്ച് സ്ഥിരീകരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തമാകാൻ തുടങ്ങി. അതിലൂടെയുള്ള പ്രചാരണ പരിപാടികൾക്ക് സ്വീകാര്യത കൈവന്നു. ആളുകൾ ഏറ്റവും ലളിതവും അപ്പോൾ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമതയോടുകൂടി തന്നെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ അന്തരീക്ഷം സംജാതമായി. അപ്പോൾ ആ ഘട്ടത്തിൽ ഞങ്ങൾ ഈ സാഹചര്യം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ബൈബിൾ വിമർശകരുടെ നാവടപ്പിക്കുന്ന ഒരു ശൈലി, ഒരു രീതി അവലംബിക്കുകയും അത് പിന്നീട് കേരളക്കര ഒന്നടങ്കം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി, ആത്മീയ ചർച്ചാരംഗത്ത് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു വസ്തുത. ഇന്നിപ്പോൾ സാഹചര്യമേറെ മാറിയിരിക്കുകയാണ്, അന്തരീക്ഷമൊക്കെ മാറിയിരിക്കുകയാണ്. എവിടെയും അക്ബറോ മിസ്റ്റർ മുഹമ്മദ് ഈസയോ ഒരു പ്ലാറ്റ്ഫോം ചർച്ചയ്ക്ക് തയ്യാറാവില്ല എന്ന നിലയിലേക്ക് അവർ ഭയത്തിൻ്റെ ഏകാന്ത തടവുകാരായി നിച്ച് ഓഫ് ട്രൂത്തുമൊക്കെയായി കഴിഞ്ഞു പോകുന്ന ഒരന്തരീക്ഷമാണ്. ഞാൻ പ്രിയപ്പെട്ട സുഹൃത്ത് MC അബ്ദുൽ നാസറുമായി സംസാരിക്കുമ്പോൾ മിസ്റ്റർ അക്ബറെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ആളുകളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത്
ഈ രവിചന്ദ്രൻ്റെ ഫാൻസ് അയാളുടെ ആളുകളെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്ന പോലെയുള്ള ചില കാര്യങ്ങളാണ്. അതായത് ആളില്ല പോസ്റ്റിൽ ഗോളടിക്കുക, അപ്പുറത്ത് ഒരു സംവാദകനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്ക് യുക്തമായ മറുപടി കൊടുക്കാൻ പാകത്തിനുള്ള ഉള്ളടക്കമില്ലാതെ വരിക, ഒരേ സമയം യുക്തിവാദികളിൽ നിന്നും ഹൈന്ദവരിൽ നിന്നും ഹൈന്ദവ പ്രഭാഷകരിൽ നിന്നും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പ്രഭാഷകരിൽ നിന്നുമെല്ലാം ഒരേ ഘട്ടത്തിൽ ശക്തമായ വെല്ലുവിളി നേരിടേണ്ടി വരുന്ന നിച്ചോ ട്രൂത്തിനെ പോലെയുള്ള സംഘടനകൾ, അവരുടെ പ്രചാരണ രീതികൾ, അവരുടെ മതതീവ്രത, അവരുടെ പ്രവർത്തന ശൈലികൾ അത് വിമർശിക്കപ്പെട്ടപ്പോൾ അങ്ങേയറ്റം പ്രതിരോധത്തിലായി. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഞാൻ പറയുകയുണ്ടായി, മിസ്റ്റർ അക്ബർക്ക് എന്നെങ്കിലും ഒരു പൊതുവേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ, അതായത് അഭിസംബോധന ചെയ്യാൻ ഒരു സംവാദവേദിയിൽ വരാൻ ധൈര്യമുണ്ടാകുന്ന കാലത്ത് അദ്ദേഹം വരാൻ മടിക്കണ്ട. അങ്ങനെ അദ്ദേഹം വരികയും ഞങ്ങളുടെ വാദങ്ങളെ കണ്ണിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഇസ്ലാമാണെന്ന് തെളിയിക്കാനായാൽ ഞാൻ അവിടെ വച്ച് ഇസ്ലാം സ്വീകരിക്കാം, ഈ വെല്ലുവിളിയാണ് പറഞ്ഞു വിട്ടത്. അദ്ദേഹത്തിനെന്നല്ല ഒരു മനുഷ്യർക്കും അത് സാധിക്കില്ല. അതിൻ്റെ കാരണങ്ങൾ ഞാൻ യഥോചിതം പറഞ്ഞുകൊള്ളാം. ഞങ്ങളുടെ സംവാദം വിശകലനം ചെയ്യാനാണല്ലോ ഇരിക്കുന്നത്. പ്രധാനമായും ഉരുത്തിരിഞ്ഞ ചില ചോദ്യങ്ങളുണ്ട് അവിടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നന്നായി തന്നെ തൻ്റെ ഭാഗം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി, എനിക്കതിലകത്ത് സംശയമില്ല. കാരണം എല്ലാ ദാവ പ്രഭാഷകരും ചെയ്യും പോലെ ഈസയും യേശു ക്രിസ്തുവും ഒന്നാണ് എന്ന് തെളിയിക്കാൻ ബൈബിളിലേക്ക് വരികയുണ്ടായി. നമുക്കറിയാം, ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് ഖുറാൻ കൂടി വായിച്ചാൽ മനസ്സിലാകും യേശു ക്രിസ്തുവും ഒരിക്കലും ഈസാ നബിയും ഒന്നല്ല. അത് പുതുമയുള്ളൊരു കാര്യമേ അല്ല, അതിന് വിശാലമായൊരു സംവാദം ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ നേരിടുവാൻ, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ നേരിടുവാൻ ഞാൻ സ്വീകരിച്ചത് ഒന്നാമതായി ഈസാ നബിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഖുറാൻ്റെ അസ്ഥിരത, രണ്ടാമതായി അത് പഠിപ്പിച്ച മുഹമ്മദിൻ്റെ അവിശ്വസനീയത, മൂന്നാമതായിട്ട് ധാർമ്മികമായ അതിൻ്റെ പൊരുത്തക്കേട്, നാലാമതായിട്ട് അതിലെ വൈരുദ്ധ്യങ്ങൾ. ഈ 4 വീക്ഷണകോണുകളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. വളരെ ആരോഗ്യപരമായി ചർച്ചകൾ മുമ്പോട്ട് പോയി. അദ്ദേഹം തന്നെ പറയുന്നു, ഖുറാനെതിരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ അവിശ്വസനീയത എന്ന് പറയുന്നത് ഖുറാൻ ഒരിക്കലും ഒരു അമാനുഷികമായൊരു സംഭവമൊന്നുമല്ല. ഗബ്രിയേലിനാൽ അള്ളാഹ് അരുളി ചെയ്ത വഹൈ അഥവാ ആലോചനയാണ് എന്നത് നിസ്തർക്കം തെളിയിക്കാനുള്ള ഒരു ആയുധവും അവരുടെ പക്കലില്ല. അത്തരം അതിൻ്റെ രൂപിമ സംവിധാനത്തിൽ പോലും സംശയം നിലനിൽക്കുന്ന ഒരു കൃതിയാണത് എന്നോർത്തുകൊള്ളണം. ആ കൃതിയുടെ ക്രോഡീകരണം സംബന്ധിച്ച് പരിമിതി നിൽക്കുന്നു. ആ കൃതിയുടെ മൂലഗ്രന്ഥം ചുട്ടുകളഞ്ഞതിൻ്റെ പേരിൽ ഉസ്മാൻ വധിക്കപ്പെട്ടത് പ്രശ്നമായി നിൽക്കുന്നു. അത് മാർവൻ്റെ പക്കലുണ്ടെന്നും അല്ല ഉസ്മാൻ കത്തിച്ചുവെന്നും രണ്ട് വാദം നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ക്രോഡീകരണം സംബന്ധിച്ച്, അതിൻ്റെ അരുളപ്പാടുകളെക്കുറിച്ച്, അതിൻ്റെ അരുളപ്പാടുകൾ നൽകിയ ഗബ്രിയേൽ അഥവാ ജിബ്രീൽ, അത് ജിബ്രീലായിരുന്നു എന്ന് തെളിയിച്ചു കൊടുത്ത വറക്കത്ത് ബിൻ നൗഫൽ എന്ന ക്രിസ്ത്യാനിയെക്കുറിച്ച്, അന്ത്യപ്രവാചകൻ ഇദ്ദേഹമാണെന്ന് കണ്ടുപിടിച്ച രീതികളെക്കുറിച്ച്, അത് പൂർവ്വചരിത്രത്തിൽ പരാമർശിച്ച പല സംഭവങ്ങളെയും തെറ്റായി എടുത്ത് ഉദ്ധരിച്ചതിനെക്കുറിച്ച്, അത് പറയുന്ന വൈദ്യശാസ്ത്രപരമായ അബദ്ധത്തെക്കുറിച്ച്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ചോരക്കട്ടയിൽ നിന്നാണ് എന്ന വാദത്തെക്കുറിച്ച്, അതിനും 400 കൊല്ലങ്ങൾക്ക് ക്രിസ്തുവിനും 400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹിപ്പോക്രാറ്റസിൻ്റെയും 360 പരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടലിൻ്റെയും ഒക്കെ അന്ന് വികാസം പ്രാപിച്ച ആരോഗ്യശാസ്ത്രത്തിൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് കിട്ടിയ അറിവുകൾ ഖുറാനിലുണ്ടെന്നും അങ്ങനെ അടിമുടി അനുകരണം മാത്രമായ ഒരു സംവിധാനത്തിനുള്ളിൽ സ്വാഭാവികമായി ക്രിസ്തുവിനെ അനുകരിച്ചു വരുന്ന ഒരു കഥാപാത്രമുണ്ടായതിൽ അത്ഭുതമില്ല. പക്ഷേ അതിൻ്റെ അശാസ്ത്രീയത, അടുത്തത് അതിലെ വിവരണങ്ങളുടെ പൊരുത്തക്കേട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മുഹമ്മദിന് അരുളപ്പാട് കിട്ടിയ രീതി ഖുറാൻ എന്ന പുസ്തകത്തെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്നു. ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കേണ്ട മാതൃകാ ജീവിതത്തിൽ ക്രൈസ്തവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അപാകതകൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു വിധത്തിലും ഈസ ബൈബിളിലെ യേശുവല്ല. അത് ഏതാണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് ക്രൈസ്തവരെ സംബന്ധിച്ചോളം അവർക്കങ്ങനെ ഒരു ആശങ്കയേ ഇല്ല, അങ്ങനൊരു പ്രശ്നമേ അവരുടെ മുമ്പിലില്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ അത് ഒരു വസ്തുത.
ഇനി അടുത്തത്, ഈ ചർച്ചയിൽ മറ്റു പല കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു, അനുബന്ധ ചിന്തകൾ പലതും ഉരുത്തിരിഞ്ഞു വന്നു. സ്വാഭാവികമായിട്ട് മുസ്ലിം സഹോദരന്മാർ തങ്ങളുടെ ചർച്ചകളിൽ 3 വാദങ്ങളാണ് എപ്പോഴും നിരത്തുന്നത്. ഒന്ന്, ബൈബിൾ തിരുത്തി. 2, പൗലോസ് എന്ന മനുഷ്യനോടുള്ള ഒരു വിരോധം പ്രകടമാക്കും. 3, ഏറ്റവും പ്രധാനമായി ക്രൂശീകരണം നടന്നില്ല എന്ന് വാദിക്കാനായിട്ട് ശ്രമിക്കും. ഇത് 3 വിജയിക്കുന്ന ആശയങ്ങളല്ല എന്ന് നമുക്കറിയാം. അതിലെനിക്ക് വലിയൊരു സന്തോഷം തോന്നിയത്, മുഹമ്മദിൻ്റെ കാലഘട്ടത്തിലും സച്ചരിതരായ ഖലീഫമാരുടെ കാലഘട്ടത്തിലും ബൈബിള് അതേ രീതിയിൽ നിലനിന്നിരുന്നു എന്ന് മാന്യ MC അബ്ദുൽ നാസർ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഞാൻ അംഗീകരിപ്പിച്ചു എന്ന് പറയുന്നതിൽ തൽപരനല്ല, ഞാൻ അവിടെ തന്നെ എടുത്തു പറയാം. അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത കാര്യം ഞാൻ അദ്ദേഹത്തെ കൊണ്ട് അടിച്ചേൽപ്പിക്കില്ല. പക്ഷെങ്കിൽ അത് മറി നമ്മൾ കൃത്യതയോടുകൂടി തന്നെ ആ വസ്തുത പറഞ്ഞു. അദ്ദേഹം തന്നെ അതിന് തെളിവ് തരുന്നില്ല. ഇനിയാണെങ്കിലും തെളിവ് തന്നാൽ മതി. അതായത് സച്ചരിതരായ ഖലീഫമാരുടെ കാലത്തും മുഹമ്മദിൻ്റെ കാലത്തും അവിടെ ഉപയോഗിച്ചിരുന്ന തോറയും അതുപോലെ ഇഞ്ചിയിൽ അഥവാ സുവിശേഷവും അതേ രൂപത്തിലായിരുന്നോ അല്ലാതെയായിരുന്നോ എന്ന് അവർക്ക് തിരുത്തി എന്ന് പറയാൻ ന്യായമില്ല. തിരുത്തി എന്ന വാദം ഖണ്ഡിക്കപ്പെട്ട ഒരു വസ്തുതയാണ്, തെളിയിക്കാനാവുന്നില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ സ്ഥാപിച്ച ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ ബൈബിൾ വിട്ടിട്ട്, ഇതിൻ്റെ ആശയങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ഞങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്താണ്, അത് മനസ്സിലാക്കണം. ഇനി പാപമോചനത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റും അതുപോലെ തന്നെ യേശുവിനെ പ്രവാചകൻ എന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതെല്ലാം അവിടെ വാദത്തിന് അംഗീകരിക്കുമ്പോൾ തന്നെ എങ്ങോട്ടാണ് സമൂഹം നമ്മെ നയിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ജിഹാദിലേക്കും അധർമ്മം നിറഞ്ഞ ജീവിതചര്യകളിലേക്കുമുള്ള ഒരു യാത്രയാണ്. നമുക്കറിയാം, പണ്ട് മനുഷ്യൻ എന്തെല്ലാം ജീവചര്യകളെ പിന്തുടർന്നു പോന്നിരുന്നു. ബാർട്ടറായിരുന്നു ഒരു കാലത്ത് മനുഷ്യൻ്റെ വിനിമയ സംവിധാനം. അത് കഴിഞ്ഞുള്ള മനുഷ്യ ജീവിതം ഒന്ന് പരിശോധിക്കുക. കുടുംബമെന്ന സങ്കല്പത്തിന് കാര്യമായ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. കഴിഞ്ഞ കാലത്തായിരുന്നെങ്കിൽ സഹോദരിയെ വിവാഹം കഴിക്കുന്ന സിസ്റ്റം ഉണ്ടായി. അതിനുശേഷം നമുക്കറിയാം, ലാമെക്കിൻ്റെ കാലത്ത് ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. നോഹയുടെ കാലത്ത് അദ്ദേഹം മദ്യപിച്ച് മതോന്മത്തനായി കിടന്ന ഒരു സ്ഥിതി കണ്ടു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ലോത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൽ സംഭവിച്ച പരാജയങ്ങൾ നമ്മൾ കണ്ടു. സോളമൻ ദ ഗ്രേറ്റിൽ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ വഴിവിട്ട ജീവിതം അദ്ദേഹത്തെ ഇവിടെ കൊണ്ടെത്തിച്ചു. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ കണ്ടെത്തി അദ്ദേഹത്തിനും ജീവിതത്തിൽ ഒട്ടേറെ മാനുഷികമായ പരിമിതികൾ, തെറ്റുകൾക്ക്, അതുകൊണ്ട് ദൈവശിക്ഷയ്ക്കും വിധേയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അക്കാലഘട്ടം ബഹുഭാര്യത്വത്തിൻ്റെ, യുദ്ധങ്ങളുടെ, മുതലുകൾ പങ്കിടുന്നതിൻ്റെ ഒക്കെ പരിമിതികളിലൂടെ കടന്നു വന്നൊരു കാലമാണ്. ആ കാലത്തെ മനുഷ്യൻ്റെ തെറ്റുകളെയൊക്കെ ദൈവം ക്ഷമിക്കുകയായിരുന്നു ചെയ്തത്. തെറ്റുകളെ അംഗീകരിക്കുകയല്ല, ക്ഷമിക്കുകയായിരുന്നു ചെയ്തത്. അതാണ് സംഭവിച്ചത്. ദാവീദിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നീ ഇത് ചെയ്തല്ലോ, നിനക്ക് എന്നോട് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ഭാര്യമാരെ തരുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അന്ന് ബഹുഭാര്യത്വം നിലവിലുള്ളൊരു കാലം തന്നെയാണ്. ഒരു അനുമതി എന്ന നിലയിൽ അത് സമ്മതിച്ചിരുന്നു. ദൈവം അത് ഒരു അനുമതി എന്ന നിലയിൽ സമ്മതിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ പുതുനിയമം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ന്യായപ്രമാണത്തെക്കാൾ തികവാർന്നൊരു നിയമം, ന്യായപ്രമാണത്തിൻ്റെ പരിമിതികളെ അതിജീവിക്കുന്ന ഒരു നിയമം. കാരണം ന്യായപ്രമാണം നിലനിന്നിരുന്ന ഒരു പ്രാദേശിക ലോകത്ത് നിന്ന് യൂണിവേഴ്സലായ ആഗോള സ്വഭാവമുള്ള മനുഷ്യരാശിക്ക് മുന്നിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഏറ്റവും ആധികാരികവും മനുഷ്യോന്മുഖവുമായ ഒരു നിയമം അവതരിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ ജഡം ധരിച്ച് ഭൂമിയിലേക്ക് വന്ന ആ കർത്തവ്യബോധത്തിൻ്റെ നിറവേറ്റൽ നിമിത്തം നമ്മൾ കണ്ടു പുതുനിയമം എങ്ങനെയാണ് ലോകത്തെ മാറ്റിമറിച്ചത്, സുവിശേഷം എങ്ങനെയാണ് മാറ്റിമറിച്ചത്. ഞാൻ പറയട്ടെ, ലോകത്തിലെ ഒട്ടേറെ മതങ്ങളെക്കുറിച്ചും അതുപോലെ വിശ്വാസ സംഹിതകളെക്കുറിച്ചുമൊക്കെ പഠിക്കുമ്പോൾ എന്താണ് സുവിശേഷത്തിൻ്റെ വ്യതിരിക്തത എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഉത്തമമായ ഒരു കുടുംബ സജ്ജീകരണത്തിന് അത് ഊന്നൽ നൽകി എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ, അവൻ്റെ ഭാര്യ, അവൻ്റെ കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു ലോകം, അവൻ അയൽക്കാരനെ പരിഗണിക്കണം, അവൻ സ്നേഹിതനെയും സഹോദരന്മാരെയും ഒക്കെ പരിഗണിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഭാര്യയോട് അവന് മരണം വരെ വേർപിരിയാൻ സാധിക്കില്ല. അപ്പോൾ മരണശേഷം അവന് അനിവാര്യമെങ്കിൽ പുതിയ വിവാഹം കഴിക്കാൻ ഉള്ള അവകാശമുണ്ട്, അതിൽ ആ സ്ത്രീക്കുമുണ്ട്. അങ്ങനെയുള്ള ഒരു ചിട്ടയാർന്ന ജീവിത ക്രമീകരണമാണ് ബൈബിൾ മുമ്പോട്ട് വച്ചത്. അത് അനുഷ്ഠിച്ച മനുഷ്യരിൽ കുഴപ്പമുണ്ട്, അനുഷ്ഠിച്ച മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ തെറ്റിനെപ്പോലെയും ഗുരുതരമായിട്ടാണ് ക്രിസ്ത്യാനിറ്റി എന്നും കാണുന്നത്. ഒരു ക്രിസ്ത്യാനിറ്റിക്കും അതിൽ വ്യത്യാസമില്ല.
നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസികളിൽ പലതരം ഗ്രൂപ്പുകളുണ്ട്, പലതരം ആളുകളുണ്ട്. ഇസ്ലാമിലും ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. നബി തന്നെ പറയുന്നത് 70 വിഭാഗമായിട്ട് ഇസ്ലാം ഒടുവിൽ മാറുമെന്ന് പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കിടയിൽ ആയിരക്കണക്കിനുണ്ട്, നൂറുകണക്കിനുണ്ട്. ആയിരക്കണക്കിന് എന്ന് പറയുന്നത് അതിശോക്തിയാണ്, നൂറുകണക്കിന്. അപ്പോൾ നൂറുകണക്കിനായ ഉപവിഭാഗങ്ങൾ, കത്തോലിക്കർ, അതുപോലെ യാക്കോബക്കാർ, ഓർത്തഡോക്സുകാർ, മെത്തഡിസ്റ്റുകൾ, പ്രൊട്ടസ്റ്റൻറ്റുകൾ, പെന്തക്കോസ്ത് സഭകൾ, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ്, യഹോവ വിറ്റ്നസ് ഒത്തിരിയുണ്ട്. പക്ഷേ ഒറ്റ ക്രിസ്തീയ ഗ്രൂപ്പും ബഹുഭാരിത്വം അംഗീകരിക്കുന്നില്ല. മനസ്സിലാക്കിക്കൊള്ളണം. ഏതെങ്കിലും നിലയിലൊരു ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ സംഭവിച്ചു പോയാൽ അവൻ നിഷ്കാസിതനായി തീരുകയാണ് സ്ഥിതി. നിങ്ങൾക്കറിയില്ലേ, ഇപ്പോൾ 2 വിവാഹം കഴിച്ച ഒരാൾ നമ്മുടെ ഒരു ചർച്ചിലെത്തിക്കഴിഞ്ഞാൽ അയാൾ ന്യായമായിട്ട് ആദ്യം വിവാഹം കഴിച്ച ആ സ്ത്രീക്കൊപ്പം തന്നെ ജീവിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അടുത്ത സ്ത്രീക്ക് ന്യായമായി കൊടുക്കാനുള്ളത് കൊടുത്ത് ഒഴിവാക്കി ഒരു സ്ത്രീയോടുകൂടെ മാത്രം പാർക്കാനേ നമ്മൾ അനുവദിക്കാറുള്ളൂ. അതുപോലെ എത്ര കോടീശ്വരൻ വന്നാലും ഇത്തരം ജീവിതം നയിച്ച ഒരാൾക്ക് നമ്മൾ കർത്തൃമേശയുടെ ഭാഗമാക്കാറില്ല. അപ്പോൾ നോക്കണം, ബൈബിൾ കൈകാര്യം ചെയ്യുന്ന നീതിബോധം എത്ര ഉയർന്നതാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് 2000 ആണ്ടായിട്ട് തുടർന്ന് പോരുകയാണ്. മാത്രമല്ല ക്രിസ്തീയ വിവാഹം തന്നെ നമുക്കറിയാം, അതിൻ്റെ രീതിയും കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. ഒരു വിധത്തിലും ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ പാടില്ല, ഒരളവിലും പറ്റുന്നില്ല. അങ്ങനെ തൻ്റെ ആജീവനാന്തം ഒരു സഖി എന്ന ആ സംവിധാനം ക്രമപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തീയത വെച്ചു കൊടുത്ത ഒരു മാതൃകയുണ്ട്. അത് യേശുക്രിസ്തു പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാർ അനുവർത്തിച്ചത്, പൗലോസ്ലീഹയെ പോലെയുള്ള പ്രവാചകന്മാർ, ക്രിസ്തുപുരുഷന്മാർ അതിശക്തിയോടുകൂടി പ്രസംഗിച്ചത്, പഠിപ്പിച്ചതുമായ ഒരു ആശയമാണ്. അതിലൊന്നും വെള്ളം ചേർത്തിട്ടില്ല. പലപ്പോഴും ക്രിസ്തീയതയ്ക്കുള്ളിൽ പ്രായോഗിക ജീവിതത്തിൻ്റെ വഴികളെക്കുറിച്ചുള്ള ധാരണയിലല്ല കലഹമുണ്ടാകുന്നത്. കത്തോലിക്കരും ഞങ്ങളും തമ്മിലുള്ള പ്രശ്നം ജീവിതചര്യകളെ ചൊല്ലിയല്ല, ജീവിത വിശുദ്ധിയെ ചൊല്ലിയുമല്ല. ഓർത്തു നോക്കണം, ധാർമ്മികതയെ ചൊല്ലിയല്ല. ഒറ്റ ക്രൈസ്തവരും തമ്മിൽ ധാർമ്മികത ഒരു തർക്ക വിഷയമായിട്ടില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഞങ്ങൾക്ക് യഹോവ സാക്ഷികളോട് കലഹമുണ്ട്. ഞങ്ങൾക്ക് പെന്തക്കോസ്തരായ ഞങ്ങൾക്ക് ബ്രദറൻ സഹോദരന്മാരോട് പോലും ചില വിഷയങ്ങളിൽ തിയോളജിക്കലായ ഡിസ്പ്യൂട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതര ക്രൈസ്തവരോട് ഞങ്ങൾക്കും ഞങ്ങളോട് അവർക്കുമുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ എത്തിക്സ് സംബന്ധിച്ച് ഞങ്ങൾക്ക് ആരോടും തർക്കമില്ല. ക്രിസ്ത്യൻ എത്തിക്സ് എക്കാലഘട്ടത്തിലും ആ പ്രിൻസിപ്പൾ എക്കാലഘട്ടത്തിലും അത് ഒരേ നിലയിൽ നിൽക്കുന്നതാണ്, ഒരു തരത്തിലും മാറ്റമില്ലാത്തതാണ്. അപ്പോൾ അത്തരത്തിൽ 2000 ആണ്ട് ലോകം അനുഭവിച്ചും അംഗീകരിച്ചും പോരുന്ന ഒരു സംവിധാനത്തെ ആണ് ഞങ്ങളോട് പറയുന്നത്. അത് ഉപേക്ഷിച്ചിട്ട് മേത്തരമായ ഒന്നുണ്ട്, അങ്ങോട്ട് പോരാൻ പറയുകയാണ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത്തരം ഒരു ജീവിതം നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചു കൊടുക്കുന്ന ഈ മാതൃക, അത് മനോഹരവും ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതവും എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട ഈസ, എൻ്റെ പ്രിയപ്പെട്ട മിസ്റ്റർ MM അക്ബർ, പ്രിയ സഹോദരൻ അബ്ദുൽ നാസർ അവർകൾ, ഈ ധാർമ്മിക ബോധം ഞങ്ങൾ കളഞ്ഞിട്ട് വേണം നിങ്ങളുടെ കൂടെ വരാൻ. മനസ്സിലാക്കിക്കോണം. അതിന് മാത്രമോ സ്ത്രീകൾക്ക് ഈ പരിരക്ഷയില്ല, സ്ത്രീകൾക്ക് ഈ സംവിധാനമില്ല. അത് എല്ലാം നമ്മൾ കണ്ടു. ഇനി അടുത്ത ഒരു കാര്യം കൂടി, ഞങ്ങളിത് ഉയർത്തിക്കാട്ടുകയും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യത കൂടിയായിട്ട് മാറുന്നു. നമ്മളത് കണ്ടിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, നമ്മൾക്ക് നേരെ ഈസ 16 വീഡിയോ ഇറക്കി ആരും മറുപടി പറയുന്നില്ല. ഞങ്ങൾ പണ്ടേ മറുപടി പറഞ്ഞിട്ടിട്ടുള്ളതാണ്. തൃത്വം ഞങ്ങളെ സംബന്ധിച്ചോളം തർക്ക വിഷയമല്ല. തൃത്വം പഠിപ്പിക്കുന്നവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണും. ഇവിടെ ഇപ്പോൾ തൃത്വമോ ഏകത്വമോ അല്ലെങ്കിൽ മറ്റൊരു വിഷയമോ അത് തിയോളജിക്കലായ ഒരു ചർച്ച മാത്രമാണ്, തിയോളജിക്കലായ ഒരു സംവാദം മാത്രമാണ്. പക്ഷേ തൃത്വം ഒരു മനസ്സിലാകാത്ത വിഷയമോ, ഏകത്വത്തിന് ഇന്ന പരിമിതികളുണ്ടോ, അതല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് ഇന്ന കുറവുണ്ടോ എന്നത് ഞങ്ങൾ ക്രിസ്ത്യാനിറ്റി വിടാനൊരു കാരണമാണോ? അതൊരു തർക്ക വിഷയമാണോ? കാരണം ഇസ്ലാമും അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ നല്ല തർക്കമുണ്ട്. നബിയും അലിയും തമ്മിൽ, അവർ തമ്മിൽ നേരിട്ടല്ല, അവർ അനുഗാമികൾ തമ്മിൽ ശക്തമായ ശണ്ട നിലനിൽക്കുന്നു. അലിയാണ് മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനെന്ന് അതിൻ്റെ ആളുകൾ വിശ്വസിക്കുന്ന ആ തർക്കം തീരുന്നില്ല. അതിനകത്ത് അവരത് വിട്ട് ഇങ്ങോട്ട് വരണമെന്നാണോ? അതാണോ അതിൻ്റെ ആഹ്വാനം? അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, ലോകത്ത് ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ ധാർമ്മികതയെ ചൊല്ലി ഒരു തർക്കം നിൽക്കുന്നില്ല. ഒരു സംവാദമേ അവിടെ സംഭവിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ആർക്കും പ്രശ്നമില്ല. ഉദാഹരണം, ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററോ, അതിന് അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടാകുന്നു, അല്ലെങ്കിൽ ഏത് തെറ്റുമാകട്ടെ, ആ തെറ്റിനെ ആരെങ്കിലും ന്യായീകരിച്ചാൽ കിട്ടുന്ന ശിക്ഷ നമ്മൾ കണ്ടു. അതുവഴി ആ സമൂഹം നാറുന്ന കാഴ്ച കണ്ടു. ഞാൻ ഇന്ന് അവസാനം വാർത്ത കാണുമ്പോൾ സുബാനി ഹാജോ മൊയ്തീൻ എന്ന് പേരായിട്ടുള്ള ഒരു മലയാളിയായ ISIS തീവ്രവാദിക്ക് കോടതി ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്ന ഒരു വാർത്ത. ഇന്ത്യയിലെ NIA കോടതി ആദ്യമാണ്
ഇങ്ങനെ ഒരാൾക്ക് തടവ് വിധിക്കുന്നത്. ആ തടവ് വിധിക്കാൻ കാരണം ഒരു രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് സഖ്യരാഷ്ട്രത്തിനെതിരെ ഐസിസിന് വേണ്ടി പോരാടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ, യുദ്ധം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം. മനസ്സിലാക്കണം. നമ്മുടെ സഖ്യരാജ്യത്തിനെതിരെ പോരാടിയ കുറ്റത്തിൽ അദ്ദേഹം ഐസിസാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് NIA കോടതി അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് വിധിക്കുന്ന കാഴ്ച കണ്ടു. ഐസിസാണ്, അൽ ഖ്വായിദ ഈ രാജ്യത്തുണ്ട്, ISIS ഈ രാജ്യത്തുണ്ട്, തീവ്രവാദ സംഘടനകൾ ഈ രാജ്യത്തുണ്ട്. MC അബ്ദുൽ നാസർ എന്നോട് പറയുന്ന കാര്യം, അവരെ കണ്ട് നിങ്ങൾ മുസൽമാനെ വിധിക്കരുത്. അല്ലല്ല, അവരെ കണ്ടല്ല ഞങ്ങൾ മുസൽമാനെ വിലയിരുത്തുന്നത്, അങ്ങ് ഞങ്ങൾക്ക് അവസരം തരൂ, മുഹമ്മദിനെ കണ്ട് ഞങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്താം. മുഹമ്മദ് ആകട്ടെ നിങ്ങൾ പറയുന്ന പോലെ മാതൃക. ആ മാതൃക അടിസ്ഥാനത്തിൽ ഈ പ്രിയപ്പെട്ട സുബ്ഹാനി ഹാജോ മൊയ്തീൻ നബിചര്യകളനുസരിച്ച്, നബിരീതികളനുസരിച്ച് നീതിമാനാണോ തെറ്റുകാരനാണോ പറയാമോ നിങ്ങൾക്ക്? ബിൻ ലാദൻ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു നിയമപരിരക്ഷ ഖുർആൻ അദ്ദേഹത്തിന് കൊടുക്കുന്നില്ലേ? ഒരു ലവ് ജിഹാദിൻ്റെ ആ യുദ്ധമാണ് അവർ ചെയ്തതെന്ന് ഒരു പരിരക്ഷ കൊടുക്കുന്നില്ലേ? അദ്ദേഹവും നിസ്കരിക്കാറില്ലേ? അദ്ദേഹവും ദൈവത്തെ വിളിക്കാറില്ലേ? വിശുദ്ധ യുദ്ധം എന്നല്ലേ പേരിടുക? അപ്പോൾ നിങ്ങളിൽ ഒരുപക്ഷെ ന്യൂനപക്ഷം ആൾ പറയുന്നു അതല്ല മുസ്ലിം, അതല്ല, അങ്ങനെ വിലയിരുത്തരുത്. അങ്ങനെയല്ല, അതെങ്ങനെ ഞങ്ങൾ വിലയിരുത്തും? അതിൻ്റെ കാരണം ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയ ഗ്രന്ഥത്തിൽ നിങ്ങൾ അവതരിപ്പിച്ച ബൈബിളിനേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുന്ന കൃതിയിൽ ഞങ്ങൾക്ക് മറിച്ചൊരു മാതൃക കാണാൻ കഴിയുന്നില്ല. ഞാൻ കഴിഞ്ഞ സംവാദം നിങ്ങൾ കണ്ടു. ഞങ്ങൾ രണ്ടാളും മാതൃക വിട്ടോ മര്യാദ വിട്ടോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ചില മുസ്ലിം സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ പ്രവാചകനെ തെറി പറഞ്ഞു. പ്രവാചകനെ ഞാൻ തെറി പറയില്ല, ഒരിക്കലും പറയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചര്യകൾ നമ്മൾ ഖുറാനിൽ നിന്ന് വായിച്ചു പോയാൽ ഇവർക്ക് പോലും മനസ്സിലാകുന്നു അത് സ്വരം താഴ്ത്തി വായിക്കേണ്ടതാണ്, അത് പാടില്ലാത്തതാണ് എന്ന് തോന്നുന്നു. പകരമായിട്ട് അവർ ഉത്തമഗീതം പറയാറുണ്ട്. സ്നേഹിത, ഞാൻ ഉത്തമഗീതം പ്രസംഗിക്കുന്ന ആളാണ്, തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളാണ്, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളാണ്. ഉത്തമഗീതം പരിപക്വമായ ഒരു സ്നേഹത്തിൻ്റെ തീവ്രഭാഗമാണ്. ബൈബിൾ ഒരിക്കലും സ്നേഹത്തിനോ അല്ലെങ്കിൽ അനുരാഗത്തിൻ്റെ തീവ്രതയ്ക്കോ ഭാര്യഭർത്തൃ ബന്ധത്തിനോ എതിരെ പറയുന്ന കൃതിയല്ല. അതിന് പുറത്തുള്ള ബന്ധത്തിനെതിരെയാണ് ബൈബിളിൻ്റെ നിലപാട്, കൃത്യതയുടെ നിലപാട്. അവിടെയാണ് ഞങ്ങളുടെ വിമർശനം. അല്ലാതെ ഹൃദയംഗമായ സ്നേഹത്തെക്കുറിച്ചുള്ള വിവരണത്തിനോ ദാമ്പത്യത്തെക്കുറിച്ചുള്ള വിവരണത്തിനോ ലൈംഗികതയെക്കുറിച്ചുള്ള വിവരണത്തിനോ അല്ല ഞങ്ങൾ എതിര് പറയുന്നത്. ലൈംഗികത അനിവാര്യതയാണ്. അത് പ്രകൃതിയുടെ അനുസൃതമായ നിലനിൽപ്പിൻ്റെ ആവശ്യകതയായിട്ടാണ് ബൈബിൾ എപ്പോഴും കാണുന്നത്. ഒരിക്കലും എതിരെ ബൈബിൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ എന്താണ് മാതൃകയാക്കേണ്ട പ്രവാചകനിലും മറ്റും കാണുന്ന കാഴ്ച എന്താണ്? എന്നിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയാണ്, പ്രവാചകൻ്റെ ആ കാര്യം അദ്ദേഹത്തിന് മാത്രം അനുവദിച്ചതാണ്. അതെന്തൊരു ഏർപ്പാടാണ്! ദാവീദ് ഒരു തെറ്റു ചെയ്യുന്നു, ആ തെറ്റ് അയാൾ സ്വയം തിരഞ്ഞെടുത്ത തെറ്റാണ്, ആ തെറ്റിന് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടി. ഇതുപോലെയല്ല, മറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഇടത്തോളം ഖുർആൻ 33 പറയുന്ന സംഭവങ്ങൾ, സെയ്ദിൻ്റെ ഭാര്യയെ അദ്ദേഹം സ്വന്തമാക്കുവാൻ ഉള്ള രീതികൾ നമ്മൾ കണ്ടു. അത് അള്ളാഹു പറയുകയാണ്, ഞാൻ നിനക്ക് അവളെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. അള്ളാഹ് തന്നെ ആദ്യം അവൾക്ക് സെയ്ദിനെ കൊണ്ടുള്ള വിവാഹത്തിനും അള്ളയാണ് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത്. അള്ള സെയ്ദിന് വേണ്ടി വാദിക്കുന്നു, ആ വിവാഹം 1 കൊല്ലം കൊണ്ട് പരാജയപ്പെടുന്നു. അതേ അള്ള തന്നെ മുഹമ്മദിന് കൊടുക്കുന്നു. ഫോർനോളജുള്ള അള്ളയ്ക്ക്, അതായത് മുൻനിർണയമുള്ള അള്ളയ്ക്ക് ഇത്തരമൊരു ഏർപ്പാടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ പ്രതിരോധത്തിലാകുന്നു. ഖുർആൻ 33 അധ്യായം നിങ്ങൾക്ക് പ്രതിസന്ധി ജനിപ്പിക്കുന്ന ഭാഗമാണത്. അല്ലെങ്കിൽ ഇത് മാതൃകാപരമാണെങ്കിൽ നമ്മളോട് എന്തിനാ മാതൃകയാക്കരുതെന്ന് പറയുന്നത്? അത് സ്ത്രീകളോടുള്ള സ്നേഹവും അനുകമ്പയും കൊണ്ട് വിവാഹം കഴിച്ച് അവരെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചതെങ്കിൽ നിങ്ങളെന്തേ അത് മാതൃകയാക്കാൻ മറ്റുള്ളവരോട് ഉപദേശിക്കാതെ അത് മറ്റാരും ചെയ്യരുത് എന്ന് പറയാൻ കാരണം എന്താ? അപ്പോൾ അതിൽ അപാകത ഉള്ളത് കൊണ്ടല്ലേ? പ്രവാചകൻ ചെയ്തത് ശ്രേഷ്ഠമായ ഒരു കാര്യമെങ്കിൽ ആ കാര്യം തലമുറകൾ കൂടി ചെയ്യട്ടെ എന്നല്ലേ പഠിപ്പിക്കേണ്ടത്? അവർക്ക് വേണ്ടിയും ആയത്തിറക്കേണ്ടതില്ലായിരുന്നോ? അവർക്ക് വേണ്ടിയും ഇങ്ങനെ സംസാരിക്കേണ്ടതില്ലായിരുന്നോ? അപ്പോൾ ഇത് കാണുന്നില്ല, ഈ രീതി കാണുന്നില്ല. ചുരുക്കത്തിൽ എവിടേക്കാണ് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത്? ഞാൻ ഇതേ ചോദ്യം ബഹുമാനപ്പെട്ട ഹിന്ദു സഹോദരന്മാരോട് പണ്ട് ചോദിച്ച ഒരു ചോദ്യം പ്രിയപ്പെട്ട ഇസ്ലാമ്യ പ്രഭാഷകരോടും ചോദിച്ച് ഉപസംഹരിക്കുകയാണ്. കർവാപ്പസി എന്നു പേരുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ അവർ നടത്തി. എന്തായിരുന്നു അതിൻ്റെ പരിപാടി? ഹിന്ദുക്കളായ ആളുകൾ, ഇസ്ലാം മതം സ്വീകരിച്ച ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന ബുദ്ധിസ്റ്റുകളൊക്കെ ആയ ആളുകൾ തിരിച്ചങ്ങോട്ട് ചെല്ലണം. അപ്പോൾ കൂടുതലും ഇസ്ലാമിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും വന്ന ആളുകളാരും ബ്രാഹ്മണരോ ക്ഷത്രിയരോ വൈശ്യരോ ശൂദ്രരോ അല്ല.
ഈ 4 കാറ്റഗറിയിൽ പെടുന്ന ആളുകളല്ലല്ലോ. ദലിതരും ഈഴവരും മറ്റ് പിന്നോക്കരും ഒക്കെയാണ് ഇസ്ലാമിലേക്കും വന്നത്, ക്രിസ്ത്യാനിറ്റിയിലേക്കും വന്നത് മഹാഭൂരിപക്ഷം. ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ മിസ്റ്റർ രാഹുൽ ഈശ്വറിനോട് ചോദിച്ചതാണ്, ഇവർ തിരിച്ചു ചെന്നാൽ നിങ്ങൾ വർണ്ണാശ്രമത്തിൻ്റെ ഏത് തട്ടിലാണ് അവരെ സ്വീകരിക്കുന്നത്? ബ്രാഹ്മണനായിട്ടാണോ? ഞാൻ തിരിച്ചു വരുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ എന്നെ ബ്രാഹ്മണനായിട്ടോ ക്ഷത്രിയനായിട്ടോ വൈശ്യനായിട്ടോ ശൂദ്രനായിട്ടോ എവിടെയാകും സ്വീകരിക്കുക എന്ന് പറയുന്ന അതേ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. ഞങ്ങൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? ബഹുമാന്യരെ, ആരെ മാതൃകയാക്കണം? നബിയെ മാതൃകയാക്കണമോ? മുഹമ്മദിനെ ഞങ്ങൾ മാതൃകയാക്കണമോ? ആണെങ്കിൽ അതിലേതാണ് ഞങ്ങൾ മാതൃകയാക്കേണ്ടത്? ആ മാതൃക ഞങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന ധാർമ്മിക ബോധത്തിന് മീതെയാണോ താഴെയാണോ? നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാമോ? ഞങ്ങൾ 2000 ആണ്ടായിട്ട് ലോകത്തെ പഠിപ്പിക്കുന്ന ആ ചിന്തയ്ക്ക് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന, ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ആ ജീവിത സംസ്കാരത്തിൻ്റെ മീതെയാണോ താഴെയാണോ അത് നിലനിൽക്കുന്നത്? അതാണ് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ള ചോദ്യം. മീതയാണെങ്കിൽ തീർച്ചയായും ഞാനത് ഉൾക്കൊള്ളുവാൻ തയ്യാറാണ്. എൻ്റെ ബഹുമാനപ്പെട്ട സ്നേഹിതരെ, തുറന്നു പിടിച്ച മനസ്സോടെ പറയാം, ക്രിസ്തുയേശു അവതരിപ്പിച്ച, പുതുനിയമം അവതരിപ്പിച്ച ഒരു ധാർമ്മിക ബോധത്തിൻ്റെ മീതെ ഒരു കാര്യമാണ് ആദരണീയനായ ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് പറയാനുള്ളതെങ്കിൽ ഓഫ് കോഴ്സ് അത് അംഗീകരിക്കാൻ ക്രൈസ്തവരാരും മടിക്കേണ്ട. നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, സുഹൃത്തെ, ഞങ്ങൾ 2000 ആണ്ടായിട്ട് ക്രൈസ്തവർ മുഴുവൻ ലോകത്ത് അനുഗമിച്ചു പോരുന്ന ഒരു ജീവിതചര്യയുണ്ട്. വ്യക്തികൾ അതിൽ തെറ്റിക്കുന്നത് നമ്മുടെ പ്രശ്നമല്ല. എന്നാൽ ആധികാരികമായി ക്രിസ്ത്യാനിറ്റി അംഗീകരിച്ച ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് അത് സകല ക്രൈസ്തവരും അംഗീകരിക്കുന്ന ഒരു ധാർമ്മികതയാണ്. ആ സങ്കല്പങ്ങൾക്കും ആ കാഴ്ചപ്പാടിനും മീതെ എന്തെങ്കിലും ഒരാശയം ഇസ്ലാമിന് അവതരിപ്പിക്കാനുണ്ടോ? സ്ത്രീകളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് അവതരിപ്പിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? ബൈബിളിലെ പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നെ അനുകരിപ്പി. ചങ്കുറപ്പോടെ പറയുകയാണ്, ചങ്കുറപ്പോടെ എന്നെ അനുകരിപ്പി. അദ്ദേഹം തന്നെ അനുകരിക്കാൻ പറയുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെയും അനുകരിക്കാൻ പറയുകയാണ്. എനിക്ക് ഒരു കാര്യത്തിൽ ഈ ഈസ എന്ന ഖുറാനിലെ കഥാപാത്രത്തോട് ബഹുമാനം തോന്നുന്നു. അതാരുമായിക്കൊള്ളട്ടെ, യേശു അല്ല എന്നുള്ളതൊരു സത്യം, ആരുമായിക്കൊള്ളട്ടെ. സത്യത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഖുറാൻ്റെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച്. ഒരു മാന്യനെ നിങ്ങൾക്കല്ലാതെ അതിൽ നിന്ന് എടുത്തു കാണിക്കാൻ പറ്റുമോ? നോക്കണേ, ഒരാളെ, എൻ്റെ ബഹുമാനപ്പെട്ട ഇസ്ലാമിക സുഹൃത്തുക്കൾ, തികവാർന്ന ഒരാളെ, എല്ലാം തികഞ്ഞവൻ എന്ന് ഞാൻ പറയുന്നില്ല, കുറെയെങ്കിലും നല്ല ജീവിതചര്യ പുലർത്തിയ, കുറഞ്ഞ പക്ഷം ഒരു ബുദ്ധനെ, ഞാൻ വിവാഹമല്ല ചോദിക്കുന്നത്, ഒരു ബുദ്ധനെ, ഒരു ധർമ്മിഷ്ഠനെ, ഒരു ധാർമ്മിക ബോധം ഉയർത്തിപ്പിടിച്ച ഒരാളെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കാണിക്കാൻ സാധിക്കുമോ? അത് പ്രവാചകനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? മുഹമ്മദിൽ കണ്ടെത്താൻ പറ്റുമോ? അത്തരത്തിൽ ഒരാളെ, ഉയർന്ന നീതിബോധമുള്ള ഒരാളെ, ഉയർന്ന ധാർമ്മിക ബോധമുള്ള ഒരാളെ. ഞാനിതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കൾ ആദ്യം കേൾക്കുക, അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അതാ പറഞ്ഞു വരുന്നത്. സത്യത്തിൽ മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വേദക്കാരോട് ചോദിച്ച് പഠിക്കാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു വേണം അക്ബർ പഠിക്കാനെന്ന് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുകയാണ്. മറിച്ച് ഇത് തെറ്റിപ്പോയതാ കാര്യം. നിങ്ങളെന്നും പഠിക്കേണ്ടത് ഞങ്ങളോടായിരുന്നു. അതിന് നിങ്ങൾ ഈ മദ്രസയൊന്നും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. മദ്രസ ഉണ്ടാക്കിയിട്ട് എന്താ, സർക്കാർ ഇത്രയും ശമ്പളം കൊടുത്തും മദ്രസ അധ്യാപകരെ പഠിപ്പിച്ചിട്ട് ഇന്നും ഒരുത്തം പോയിട്ട് ജീവപര്യന്തം തടവിലേക്ക് പോവാണ്, ബോംബുണ്ടാക്കുകയാണ്, ആയുധം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പഠിക്കേണ്ടിയിരുന്നു, ഞങ്ങൾ പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിൽ ഇതായുമായിരുന്നില്ല. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഏകഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇന്ത്യയിൽ കഴിയുന്നത്. കേരളത്തിലെങ്കിലും കഴിയുന്ന അങ്ങനെയാണ്. അറബികളുടെ നാട്ടിൽ വ്യത്യാസമാണ്. ഇവിടെ ഒന്നും അതുപോലെ ഇല്ല. കാരണം പൊതുസമൂഹം അനുഷ്ഠിച്ചു പോരുന്ന ഈ ജീവിതരീതിക്ക് വിപരീതം നിങ്ങൾ ജീവിച്ചാൽ, 4 പേരെ കെട്ടിയാൽ, ഗൾഫിലൊക്കെ അതൊരു ഡിമാൻഡാണെങ്കിൽ ഇവിടെ അതൊരു അപമതിപ്പാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അപ്പം ഞങ്ങൾ അവതരിപ്പിച്ച സംസ്കാരത്തെ, ശൈലിയാണ് നിങ്ങൾ പിന്തുടരുന്നത്. അതിൽ അഭിനന്ദിക്കുന്നു നിങ്ങളെ. അപ്പോൾ വേദക്കാരോട് ചോദിക്കാൻ വൃത്തിയായിട്ട് എഴുതിച്ചിരിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയുകയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തോ ഞാൻ കൂട്ടിച്ചേർത്തു എന്നാണ് പറയുന്നത്. സൗദയെ മുഹമ്മദ് ഡൈവോഴ്സ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അത് ഒരാളത് കേട്ടിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് അതിലൊരു പണ്ഡിതൻ കമൻ്റ് ഇടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അൻകൊടുത്തോട്ടെ ഇവിടെ നിന്നും കൊണ്ടുവന്ന സംഗതിയല്ല. ഞാൻ ഇതിനു വേണ്ടി അവലംബമാക്കിയ കൃതിയുടെ പേര് വായിച്ചു. ഇത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഷംസുദ്ദീൻ അധ്യക്ഷനായുള്ളൊരു സമിതി പുറത്തിറക്കിയ ഒരു കൃതിയാണ്. ഞാൻ ജസ്റ്റിസ് ഷംസുദ്ദീനെ ഓർക്കുന്ന ഒരു കാര്യം, PK ഷംസുദ്ദീനെ ഓർക്കുന്നൊരു കാര്യം ഇതാണ്. ഈ അമിതമായി ശബ്ദം ഉപയോഗിക്കുന്ന, ഉച്ചഭാഷണി ഉപയോഗിക്കുന്ന ആ ശബ്ദത്തിൻ്റെ പരിധി, ഡെസിബൽ, അതാണല്ലോ എൻ്റെ കണക്ക്, അതിനെതിരെ നിർണായക വിധി പറഞ്ഞൊരാളാണ്. അങ്ങനെ ഞാൻ PK ഷംസുദ്ദീൻ എന്ന ജസ്റ്റിസിനെ ഓർത്തിരിക്കുന്നത്. അദ്ദേഹം വേൾഡ് ഫെലോഷിപ്പ് ഓഫ് ഇൻ്റർ റിലീജിയൻസ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത കാര്യം
ഇതിലെഴുതിയിരിക്കുന്നത് അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, പ്രസിഡന്റ് കേരള CBSE മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ഒരു ബൃഹത് കൃതിയാണ് എൻ്റെ പക്കലുള്ളത്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദൈവശാസ്ത്രം, ഖുർആൻ വിജ്ഞാനം, ഹദീസ് വിജ്ഞാനം, വിശ്വാസ ദർശനം, തത്വചിന്ത, ചരിത്രം, സംസ്കാരം, സാഹിത്യം, ഇങ്ങനെയൊക്കെ വലിയ തിക്നെസ് ഉള്ള ഒരു കൃതിയാണ്. വലിയൊരു പുസ്തകമാണ്. നോക്കണേ, ഒരു ഖുർആൻ്റെ ഒരു അതേ നിലയിലൊക്കെ പ്രസിദ്ധം ചെയ്ത ഒരു വലിയ കൃതി. ഈ കൃതി മുസ്ലിം സൃഷ്ടിയാണ്. ഈ കൃതിയിൽ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. ഞാൻ സൃഷ്ടിച്ചതാണ് ഇതെന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ നോക്കും? സൗദയെ മുഹമ്മദ് ഡൈവോഴ്സ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ പേജ് 1013 1013. ഞാൻ 1013 നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നമുക്ക് നോക്കാം. 1013 സൗദ ബിൻത് സംആ അവരുടെ പേര്. നബി പത്നി. ഖദീജ മരിച്ചതിനു ശേഷമാണ് നബി ഇവരെ വിവാഹം ചെയ്തത്. അബ്സീനിയ പലായന സംഘത്തിൽ സൗദ ഉണ്ടായിരുന്നു. ക്രിസ്തുമതം സ്വീകരിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ച് അവർ മക്കയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അവരുടെ ഭർത്താവ് ക്രിസ്ത്യാനിയായിരുന്നു. ഇവരുടെ ഇസ്ലാമിൽ തിരിച്ചു പോയി ക്രിസ്ത്യാനിയായ ആളാണ്. അപ്പോൾ അവർ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു വന്നു. മരണമുളവാക്കിയ ദുഃഖത്തിൽ നിന്ന് നബിയെ മുക്തനാക്കാൻ കൈലബിൻ അമ്രാണ് ഈ വിവാഹത്തിന് മുൻകൈയെടുത്തത്. അപ്പോൾ ഖദീജ എന്ന തൻ്റെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹത്തെ ആ ദുഃഖത്തിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുന്ദരിയായ സ്ത്രീയെ സൗദയെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. കൈല ബിന്ത് അമ്രാണ് ഈ വിവാഹബന്ധത്തിന് നബിയെ പ്രേരിപ്പിച്ചത്. നബിപുത്രിമാരോടൊപ്പമാണ് സൗദ മദീനയിലെത്തിയത്. എന്നാൽ പിൽക്കാലത്ത് വാർദ്ധക്യവും തടിച്ച ശരീരപ്രകൃതിയും കാരണം പ്രവാചകൻ അവരെ ഹിജറ 8-ാം വർഷം വിവാഹ മോചനം ചെയ്തു. ഞാനിത് പറഞ്ഞത് എങ്ങും സ്വന്തമായി ഉണ്ടാക്കിയതല്ല. മനസ്സിലായില്ലേ? ഇത് സ്വന്തമായി പറഞ്ഞതല്ല. അതിനാണ് പേജ് പറയുന്നത്. 1013 ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ ഇതിൽ പറയുന്ന കാര്യമാണ്. അതെൻ്റെ ബഹുമാനപ്പെട്ട ഇസ്ലാമിക സുഹൃത്തുക്കൾ നോക്കണം. ഞാനൊരു റെഫറൻസ് പറഞ്ഞാൽ അത് കൃത്യമല്ലെങ്കിൽ ഞാൻ സമൂഹമധ്യേ എത്രമാത്രം അപഹാസ്യനാകും എന്നോർക്കുക. അതുകൊണ്ട് ഇല്ലാത്ത കഥ നിങ്ങളുടെ പേരിൽ പറയുന്നത് എൻ്റെ മര്യാദയല്ല. അത് ചിലർ വീണ്ടും കമൻ്റ് ഇട്ട് ചോദിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ലൈവിൽ വന്ന് ഇത് പറയേണ്ടി വരുന്നത്. കേൾക്കുക. വീണ്ടും കാലങ്ങൾക്ക് ശേഷം മദീനയുടെ തെരുവുകളിൽ ഒന്നിൽ വെച്ച് സൗദ നബിയെ പിടിച്ചു നിർത്തി. ഞാനതിലൊന്നും ചേർത്തിട്ടില്ല, പിടിച്ചു നിർത്തി. തൻ്റെ ദിനങ്ങൾ ആയിഷയ്ക്ക് നൽകാമെന്നും, അതായത് ഇതൊക്കെ ഊഴമിട്ടാണ് ഓരോ ഭാര്യയുടെ അടുത്ത് ചെല്ലുന്നത്. ഓരോ ദിവസം അല്ലെങ്കിൽ ഇത്ര നാൾ ഒരു ഭാര്യയുടെ കൂടെ കഴിയും. അതിനുശേഷമാണ് അടുത്ത ആളിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ആയിഷയ്ക്ക് നൽകാമെന്നും, അത് വാർദ്ധക്യാണല്ലോ, അതുകൊണ്ട് തനിക്കൊരു ദിവസമുണ്ട്, തൻ്റെ കൂടെ കഴിയേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസം തനിക്ക് വേണ്ട എന്ന് വെച്ചാൽ ഭർത്തൃസമാഗമം വേണ്ട, ലൈംഗികത വേണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അത് വേണ്ട, മറിച്ച് ആ ദിവസം കൂടി നീ ആയിഷയുടെ അരികിൽ നിന്നുകൊള്ളൂ. ആയിഷ അബൂബക്കറുടെ മകളാണ്. അത് താരതമ്യേന 6-ാം വയസ്സിൽ വിവാഹം കഴിക്കുന്നു, 9-ാം വയസ്സിൽ അവളോട് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്നു. അപ്പോൾ അല്പം കൂടെ പ്രായമായിട്ടുണ്ട്. കൂടിയാൽ ആ നബിയുടെ മരണസമയത്ത് അവൾക്ക് 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ പെൺകുട്ടിക്കൊപ്പം എൻ്റെ കൂടി ആ ടൈം എന്നോടൊപ്പം ചിലവഴിക്കുന്ന, സൗദിയോടൊപ്പം ചിലവഴിക്കുന്ന സമയം കൂടി അവളോടൊപ്പം ചിലവഴിച്ചുകൊള്ളൂ. പക്ഷേ തൻ്റെ ആഗ്രഹം, എൻ്റെ ഒരേ ഒരാഗ്രഹം അന്ത്യദിനത്തിൽ നബിപത്നിയായി ഉയർത്തെഴുന്നേൽക്കുക ആണെന്ന് അവർ പറഞ്ഞു. ഈ സന്ദർഭത്തിലാണ് ഖുറാനിലെ 4:1 128 സൂക്തം അവതരിച്ചത്. അപ്പോൾ തിരിച്ച് അവളെ വീണ്ടും അദ്ദേഹം തിരിച്ചെടുത്തു. ഹിജറ 54 സൗദ മരിച്ചു. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കുക, നമുക്ക് ഈ മാതൃക പിൻപറ്റാമോ? ഈ മാതൃക ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ, അതും താൻ ദുഃഖിതനായിരുന്ന ഘട്ടത്തിൽ തന്നെ സ്നേഹിച്ചു വന്ന ഒരു സ്ത്രീ, തന്നോട് തൻ്റെ ഭർത്താവ് ഒരു ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കളഞ്ഞിട്ട്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയതിൻ്റെ പേരിൽ കളഞ്ഞിട്ട്, മതത്തോടും പ്രവാചകനോടുമുള്ള വിശ്വാസ നിമിത്തം വന്ന സൗദ, ആ സൗദയെ തള്ളിക്കളയുകയാണ്. പിന്നീട് അവർ തന്നെ കരഞ്ഞ് പറയുകയാണ്, എൻ്റെ അടുത്ത് നീ എന്നോടൊപ്പം ശയിക്കേണ്ട, എന്നോടൊപ്പം ദാമ്പത്യ ബന്ധം പുലർത്തേണ്ട, അതുകൂടി ആയിഷയ്ക്ക് കൊടുത്തുള്ളൂ. പക്ഷേ എൻ്റെ പരിരക്ഷ ഉണ്ടല്ലോ, സാമ്പത്തികമല്ല പറയുന്നത്, എനിക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ, അന്ത്യദിനത്തിൽ നബിപത്നിയായിട്ട് ഉയർത്തെഴുന്നേൽക്കണം. ഈ ഒരു ആഗ്രഹമാണ് അവർ വെച്ചത്. എത്ര കാൽപ്പനികവും കവിതാപരവുമായി തോന്നുന്ന ഒരു പ്രശ്നമാണ് ഇതിനുള്ളിൽ കിടക്കുന്നത്. കാൽപ്പനികം എന്ന് ഞാൻ പറഞ്ഞത്
ഇതിനകത്ത് നിന്ന് കവിത പിറക്കുന്നൊരു വേദനയാണ് നമുക്കവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ കിടക്കുന്നു. അപ്പം ഞങ്ങൾ ആരെ മാതൃകയാക്കണം, ആരെയാണ് ഞങ്ങൾ അനുകരിക്കേണ്ടത്? ഇങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ. അതിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ബൈബിളിൽ ഒരു പ്രമേയം കൊണ്ടുവരിക. ഇതിലിങ്ങനെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അതിൽ അത്തരം ഒരു പ്രമേയത്തെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ദാവീദ് ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് നമ്മളും തെറ്റ് ചെയ്യണമെന്നല്ലല്ലോ ഞങ്ങൾ പഠിപ്പിക്കുക, പാടില്ല എന്നാണ് പഠിപ്പിക്കുക. ദാവീദല്ല, സോളമനെക്കുറിച്ചാകട്ടെ ആരെക്കുറിച്ചുമാകട്ടെ. ഇവിടെയാണ് അപ്പോസ്തലന്മാരുടെയും യേശുക്രിസ്തുവിൻ്റെയും പ്രസക്തി. അവരാരും ഇത്തരത്തിലൊരു ജീവിതചര്യയെ ഒരിക്കലും അംഗീകരിക്കില്ല. ഞങ്ങൾ വിവാഹം നടത്തുമ്പോൾ പറയുന്ന വളരെ ഖണ്ഡിതമായ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണ്? വിവാഹം കരങ്ങൾ പിടിച്ചു കൊടുത്തിട്ട് പറയും, സൃഷ്ടിച്ചവൻ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, അതുകൊണ്ട് ദൈവം അവരെ കൂട്ടിയോജിപ്പിച്ചു, മനുഷ്യൻ അവരെ വേർപിരിക്കരുത്. യേശു പറഞ്ഞതാണ്. അത് പരീശന്മാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാം? അപ്പോഴാണ് പറഞ്ഞത്, സൃഷ്ടിച്ചവൻ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവമാണ് അവരെ കൂട്ടിയോജിപ്പിച്ചത്, ആകയാൽ ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. 3 ആവർത്തി പറയുമ്പോൾ ജനമൊക്കെയും ആമേൻ എന്ന് പറയട്ടെ. അങ്ങനെയാണ് സുദൃഢമായ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുടെ ആരംഭം. അത് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ നിന്നോട് മാത്രം ചേർന്നിരുന്നു കൊള്ളാം എന്നൊക്കെ പറയുന്ന വാഗ്ദത്തം പറഞ്ഞാണ് ആ വിവാഹം നടക്കുക. എന്തേ ഞാൻ പറയാൻ കാരണം, അത്തരം ധാർമ്മിക ചിന്തകളൊക്കെ ഉള്ള ഒരു ജീവിതചര്യ വിട്ടിട്ട് നിങ്ങൾ എവിടേക്കാണ് ക്ഷണിക്കുക? ഇവിടെയാണ് പ്രശ്നം. അപ്പം ഞാൻ ഈ സംവാദം വഴി ഞങ്ങൾക്ക് സാധിച്ച ഒരു കാര്യം, ലോകത്തിൻ്റെ മുമ്പിൽ ഇത്തരം ഇസ്ലാം ഉയർത്തുന്ന എന്തോ ശ്രേഷ്ഠകരമായൊരു കാര്യമുണ്ട് എന്ന വാദം വെറും പൊള്ളയല്ലേ, വെറും കാവടിയല്ലേ. എന്ത് ശ്രേഷ്ഠതയാണ് ഉയർത്തുന്നത്? അവരിതൊക്കെ കാലോചിതമായി പരിഷ്കരിക്കണം. ബൈബിൾ എന്ന മഹത്തരമായ കൃതി, വിശേഷിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരശിലയാകുന്ന പൊതുനിയമം, ഇതുകൊണ്ട് ലോകത്തെവിടെയും പാർക്കാം. കാരണം അത് കൊള്ളയ്ക്കെതിരെ, അത് ബലാത്സംഗത്തിനെതിരെ, അത് പിടിച്ചുപറിക്കെതിരെ, അത് അപഹരണത്തിനെതിരെ, അതിൽ ഉയർത്തുന്ന എത്തിക്സ്, ആ എത്തിക്സോളം, ആ ധാർമ്മിക ബോധത്തോളം ഇനി ആർക്കും ഒന്നും എഴുതാൻ കഴിയില്ല. എഴുതിയാൽ അതിൻ്റെ ഉള്ളിൽ എവിടെയോ കാണും ഇതിൻ്റെ ത്രെഡ്. ഈ വിധത്തിലാണ് അതിൻ്റെ സങ്കല്പം. മനസ്സിലായില്ലേ? വിഗ്രഹം ആരാധിക്കരുതെന്ന് പറയുന്ന നീ ക്ഷേത്രം കൊള്ളയടിക്കുന്നുവോ എന്നാണ് പൗലോസ് ചോദിച്ചത്. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഏറ്റവും വെറുപ്പുള്ള ഒരാൾ പൗലൂസാണ്. പൗലൂസിനെ എതിർക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹമാണ് ഉയർന്ന ധാർമ്മികത ക്രിസ്തുയേശുവിൻ്റെ പ്രബോധനത്താൽ പ്രചോദിതനായി ലോകത്തെ പഠിപ്പിച്ചത്. ആ ഉയർന്ന പ്രബോധനം, ആ ഉയർന്ന ധാർമ്മിക ബോധം, അത് ലോകത്തെ വല്ലാതെ സ്വാധീനിച്ചു, മഹാരഥന്മാരെ സ്വാധീനിച്ചു. വിപരീതമായി ഇത്തരത്തിലൊന്ന് പഠിപ്പിക്കുക, നിങ്ങൾ ആലോചിക്കും. അപ്പോൾ ഞാൻ നിർത്തുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു MLA ഷംസീറാന്ന് തോന്നുന്നു, അദ്ദേഹം പറയുന്നു ഇത് ലോകത്തിൻ്റെ മുഴുവൻ മാതൃകയാണ് ഈ പുസ്തകം. എന്നാൽ പിന്നെ കമ്മ്യൂണിസം വിട്ടിട്ട് ഇതുകൊണ്ട് പുറകെ വാ, ഇതിൻ്റെ കൂടെ വാ. അത് തയ്യാറായില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? മതത്തെ പ്രീണിപ്പിക്കാൻ. ഞാൻ പറയും, സർക്കാരുകൾ ഏറ്റവും പ്രീണിപ്പിക്കുന്ന മതം ഇസ്ലാമാണ്. നമുക്കറിയാമല്ലോ, മദ്രസയിൽ പഠിപ്പിക്കുന്ന മാഷിന് സർക്കാരിൻ്റെ ശമ്പളം, എൻ്റെ നിങ്ങളുടെ എല്ലാ നികുതി പണം അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ എല്ലാ നികുതി പണം. ഹജ്ജിന് പോകുന്നവന് ശമ്പളം, അതിന് വേണ്ട ശമ്പളമല്ല, അതിന് വേണ്ട ഭൗതിക സഹായം, അതൊന്നും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കില്ല. നമുക്കറിയാം, ഒരു മന്ത്രി, മതന്യൂനപക്ഷത്തിൻ്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രി എന്തെല്ലാം വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ എന്തിനായി പറഞ്ഞു വരുന്നത്? സർക്കാരുകൾ ഈ വോട്ട് ബാങ്കുകളെയും സമ്മർദ്ദ രാഷ്ട്രീയത്തെയും ഭയന്ന് ഇത്രയും പ്രീണനം നടത്തുക. ഇവിടെ എൻ്റെ ബഹുമാനപ്പെട്ട ഇസ്ലാമിക സഹോദരങ്ങൾ, എനിക്കൊരു വെറുപ്പും അവരോടില്ല, വെറുക്കാൻ കഴിയില്ല. ഞാനിവരെ വെറുത്താൽ ഞാൻ ക്രൈസ്തവനായി തീരുന്നില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളുടെ പക്കൽ ശ്രേഷ്ഠമായൊരു സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അടുത്ത് പൊതുജന സമക്ഷ അവതരിപ്പിക്കുക. ഖുറാനിൽ തന്നെ ഒരു വെല്ലുവിളി ഉണ്ടെന്നല്ലേ പറഞ്ഞു. എന്താ? ഇതിന് തത്തുല്യമായിട്ട് ഒരെണ്ണം അവതരിപ്പിക്കുമോ? ഞാൻ ഇല്ലെന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. ഒരിക്കലും ഇതിന് തത്തുല്യമായിട്ട് ഒരെണ്ണം വരത്തില്ല. അത് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഇതിലെ ഒരധ്യായത്തിന് തത്തുല്യമായ ഒരെണ്ണം നിങ്ങൾക്ക് അവതരിപ്പിക്കാമോ എന്നാണ് ഖുറാൻ്റെ വെല്ലുവിളി. ദയവായി അങ്ങനെ അവതരിപ്പിക്കരുത്. കാരണം നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു, അതിൻ്റെ ഉള്ളടക്കത്തിന് തത്തുല്യമായൊരു ഉള്ളടക്കം അവതരിപ്പിച്ചാൽ ഇത് തന്നെ സമൂഹത്തിന് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. ഇതിനെ തത്തുല്യമായി അവതരിപ്പിച്ചാൽ അതെവിടെ പോയി നിൽക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈസ നബിയും യേശുക്രിസ്തു ഒരാളോ എന്ന ആ ചിന്തയിൽ ഞാൻ ഇത്രയും പറഞ്ഞ് ഉപസംഹരിക്കുന്നു. നാളെയും നമ്മുടെ സംവാദങ്ങൾ തുടരണം, നമ്മുടെ ചർച്ചകൾ തുടരണം. അപ്പം ചർച്ചകൾ തുടരണം എന്ന് പറയുമ്പോൾ MC അബ്ദുൾ നാസർ എന്ന് പറയുന്ന ആ മാന്യദേഹം ചർച്ചയ്ക്ക് ഒരു വേദിയിൽ വന്നു. പക്ഷേ ഇവരുടെ കൂടെ ഒരാൾക്ക് പോലും ഒരു വേദിയിൽ വന്നിരിക്കാൻ ഉള്ള ചങ്കുറപ്പില്ല. അത്ര ദുർബലമാണ് അവരുടെ വാദം. എന്നിട്ട്
16 വീഡിയോ ഇറക്കി തൃത്വം പറഞ്ഞാൽ തൃത്വം വിട്ട് പോയവൻ എന്തുവാ തൃത്വം? സഹോദരി, എന്ത് തൃത്വമാണ് നിങ്ങളോട് ഇനി പറയേണ്ടത്? ഞങ്ങളിത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി, അത് കണ്ടാൽ മാത്രം മതി. അത് മനസ്സിലാകുന്നതില്ലെങ്കിലും അതും ഞങ്ങളുടെ പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രചരണത്തിന് ഇറങ്ങുമായിരുന്നില്ല. ഇനി നമ്മൾ അങ്ങനെ പിന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതിൻ്റെ കാരണം നിങ്ങൾ വരുത്തി വെച്ചതാണ്. ഇപ്പോൾ പൊതുജന സമക്ഷം ഇതറിയുകയാണ്. ഭീകരത നിറഞ്ഞൊരു കാര്യം നിങ്ങൾക്കറിയാമോ? ഏറ്റവും അധികം ആളുകൾ യുക്തിവാദികളാകുന്നത് ഇസ്ലാമിൽ നിന്നാണ്. സൗദി അറേബ്യയിൽ 5% ആളുകൾ മുസ്ലിങ്ങൾ യുക്തിവാദികളായി മാറുന്നു, ദൈവത്തെ വെറുത്തു മാറുന്നു, ഒരു ദൈവവും വേണ്ട എന്ന നിലയിലേക്ക് മാറുന്നു. എന്താണ് കാര്യം? മതത്തിൻ്റെ തറവാടാകുന്ന ആ സ്ഥലത്ത് പോലും ഇങ്ങനെ മാറാൻ കാരണം ചോരമണമുള്ള, അതായത് അധർമ്മം നിറഞ്ഞ, തിന്മ നിറഞ്ഞ, പുരുഷൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി സ്ത്രീയെ ഉപകരണമാക്കുന്ന, അതിനൊക്കെ ആയത്തിറക്കി കൊടുക്കുന്ന അള്ളാഹ് എന്ന ഒരു ജാതീയ ദേവനെ പ്രകീർത്തിക്കുന്ന ഒന്നിലേക്ക്, അത് ലോകത്തിൻ്റെ ദൈവമായി അവതരിപ്പിക്കുന്ന ഏറ്റവും ആസൂത്രിതമായ ഒരു മതസംവിധാനം. അല്ലാതെ എന്താ അതിനകത്തുള്ളത്? അതിൽ വേറെന്താണ് മൂല്യമുള്ളത്? അതിൽ തത്തുല്യമായി ആരും ഒന്നും അവതരിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആഗ്രഹം. ഞാൻ മറ്റു രീതിയിൽ പറഞ്ഞതല്ല. നിങ്ങളുടെ പക്കൽ മൂല്യവത്തായ ആ കാര്യം പ്രസംഗിച്ച് ആളുകളെ ആകർഷിച്ച്, ആളുകൾ അത് കേട്ടല്ലല്ലോ വന്നത്. എവിടെയെങ്കിലും അത് കേട്ട് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. പകരം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ പഠനങ്ങളിൽ തെറ്റുണ്ട്, അതുപോലും തെളിയിക്കാനാവുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഇനിയും നടക്കട്ടെ. ആ സംവാദങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സ്വതസിദ്ധമായ ആശയഗതികൾ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കാൻ ഉതകുന്ന വേദി തന്നെയാകും. ഞാൻ ആദ്യവും അവസാനവും കിട്ടിയ 2 സെക്ഷനുകളിലും ഞങ്ങളുടെ വിശ്വാസ സംഹിതയുടെ ആധാരശിലകളിൽ നിന്നുകൊണ്ട് കൃത്യതയാർന്ന സുവിശേഷം, കൃത്യതയാർന്ന വചനം പറഞ്ഞിട്ടുണ്ട്. ആ വചനം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേയൊരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഇന്ന് ഈ വചനം കേട്ട ഇവർക്കും നമ്മുടെ കർത്താവിൻ്റെ കാരുണ്യവും കടാക്ഷവും ഒരുപോലെ ഉണ്ടാകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ, അവരുടെ മതവിശ്വാസത്തിൻ്റെ പ്രചരണ പന്താവിൽ എത്രയും മുന്നേറുന്നത്, എത്രയും അനുഗാമികൾ അവർക്ക് ലഭിക്കുന്നത് ഒന്നും എനിക്ക് വിഷയമല്ല. ആര് പോകുന്നതും ഞങ്ങളുടെ പ്രശ്നമല്ല. മറിച്ച് സംവാദങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഏകപക്ഷീയമായ എന്തോ ഗുണഗണങ്ങൾ അതിനുണ്ട് എന്നുള്ള ആ ജൽപ്പനം അവസാനിപ്പിക്കാൻ ബുദ്ധി നിങ്ങൾക്കതിന് സാധിക്കില്ല. അങ്ങനെ സാധിക്കുമെന്ന് ശ്രേഷ്ഠകരമായൊരാശയം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് സ്ഥാപിച്ചുറപ്പിക്കാൻ കേൾപ്പുള്ള ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ. ഞങ്ങൾ അവരോട് സംവാദത്തിന് തയ്യാർ. മാത്രമല്ല, അത്തരമൊന്ന് നിങ്ങൾ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ മുൻവിധി കൂടാതെ അത് ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിച്ചു പോരുന്ന ദൈവവചനത്തെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. മനസ്സിലായല്ലോ? തിരിച്ച് നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇത് അംഗീകരിക്കണമെന്ന നിർബന്ധവുമില്ല. ഇതിൽ പരം ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ഇത്തരമൊരു ഉപാധി പറയാനെങ്കിലും ചങ്കുറപ്പുള്ള ആരെങ്കിലും, ഉള്ളടക്കമുള്ള ആരെങ്കിലും, ദാവാ പ്രഭാഷകരിൽ MM അക്ബർ അടക്കം, മുഹമ്മദീസ അടക്കം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സന്നദ്ധരാകാം. അവരെയും ഹൃദയപുരസ്സരം അതിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.